ഫ്ലിപ്കാർട്ടിൽ ഫ്രീഡം സെയിൽ ലൈവ് ആവുകയാണ് ഓഗസ്റ്റ് 8 മുതൽ. എന്നാൽ നിങ്ങളൊരു പ്ലസ് മെമ്പർ, ബ്ലാക്ക് മെമ്പർ, ഫ്ലിപ്കാർട്ട് ക്രെഡിറ്റ് കാർഡ് മെമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ ഏർലി ആക്സസ് ഒരു 24 മണിക്കൂർ മുന്നേ കിട്ടും. അതായത് ഓഗസ്റ്റ് 7 മുതൽ നമുക്ക് ഇതിന്ന് സാധനങ്ങൾ മേടിച്ചു തുടങ്ങാം. നോർമലി നമുക്ക് എല്ലാ ഓഫറുകളിലും പ്ലസ് മെമ്പേഴ്സിനും ബ്ലാക്ക് മെമ്പേഴ്സിനും ഏർലി ആക്സസ് കിട്ടും. എന്നാൽ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത് ഈ ഒരു ഫ്ലിപ്കാർട്ട് ക്രെഡിറ്റ് കാർഡ് മെമ്പേഴ്സിന് ഒരു ഏർലി ആക്സസ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. എന്തായാലും ഈ ഒരു ഏർലി ആക്സസ് അവരുടെ ക്രെഡിറ്റ് കാർഡുകൾക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഈ ഒരു കാർഡുകൾക്ക് അപ്ലൈ ചെയ്യും. അതോടെ അവരുടെ ബിസിനസ് വീണ്ടും കൂടും. അതിന്റെ ഒരു സ്ട്രാറ്റജിയാണ് ആക്ച്വലി ഈ ഒരു ഏർലി ആക്സസ് എന്നുള്ള രീതിക്ക് അവർ കൊടുക്കുന്നത്. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് ആ ഒരു ഏർലി ആക്സസ് കിട്ടുന്നത്. കാരണം നോർമലി നമുക്ക് പല ഓഫറുകളിലും ഈ ഏർലി ആക്സസ് കിട്ടുന്ന റേറ്റ് അല്ലായിരിക്കും ഏർലി ആക്സസ് അങ്ങോട്ട് കഴിഞ്ഞിട്ട്, അതായത് 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വേറൊരു റേറ്റിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. സോ ഏർലി ആക്സസ് എപ്പോഴും നമുക്കൊരു പ്രിവിലേജ് തന്നെയാണ് കേട്ടോ. കൂടാതെ SBI കാർഡ് ഉള്ളവർക്ക് 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടും. അതിപ്പോ EMI ട്രാൻസാക്ഷൻ ആണെങ്കിൽ പോലും നമുക്ക് അവിടെ ലഭ്യമാകുന്നതാണ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഡീലുകൾ നോക്കുവാണെങ്കിൽ ഇന്ത്യാസ് ടോപ്പ് ഡീൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. റഷ് അവേഴ്സ്, ടിക്ടോക്ക് ഡീൽസ്, പ്രൈസ് ക്രാഷ്, ഡീൽസ് ഓഫ് ദ ഡേ, കൂടാതെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സെഷനും കൂടി കാണാൻ സാധിക്കുന്നത്. കൂടാതെ അപ്കമിംഗ് ടോപ്പ് ഡീൽസിലേക്ക് നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ iPhone 17 ആണ്. വിഷ് ലിസ്റ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് എത്ര രൂപയ്ക്ക് നമുക്കത് കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും ഇപ്പോൾ നമുക്ക് 82,900 കിട്ടുന്നത്. മിക്കവാറും നമുക്കത് 79,900 അല്ലെങ്കിൽ 78,900 കിട്ടാൻ ചാൻസ് ഉണ്ട്. കൂടാതെ സാംസങ് 55 ഇഞ്ചിന്റെ 4K TV 47,990 ആണ്. അതും വിഷ് ലിസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, പക്ഷേ എത്ര രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഏസറിന്റെ ഗെയിമിംഗ് PC-യും. അത് പല റേറ്റിനുണ്ട്. 74,990, 75,990, 79,990, 89,990. എന്തായാലും ഇതൊക്കെ തന്നെ ഒരു 2,000-3,000 രൂപ റേഞ്ചിൽ കുറഞ്ഞു കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ സാംസങ് വാച്ച് 9 37,999 ഇപ്പോൾ ഒരു പ്രീ ഓർഡർ കിടക്കുന്നത്. മിക്കവാറും ഈ റേറ്റ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 36 അല്ലെങ്കിൽ 35,999 നമ്മുടെ സാംസങ് വാച്ച് 9 കിട്ടാൻ ചാൻസ് ഉണ്ട്. കൂടാതെ മോട്ടറോളയുടെ എഡ്ജ് 70 ഫ്യൂഷനും വിഷ് ലിസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നോർമലി ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഒരു മന്ത് ആൻഡ് മൊബൈൽ ഫെസ്റ്റിവൽ നടക്കുവാണ്. അതിനകത്ത് ഈ മോട്ടറോള നമുക്ക് ഓഫർ ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷേ ഇല്ല. 8GB 128-ന് 28,999 രൂപയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് കാണുന്നത്. ഇതൊക്കെ ഒരു 24,999 അല്ലെങ്കിൽ 26,999 കിട്ടുന്നെങ്കിലാണ് നമുക്ക് ഓഫർ എന്തെങ്കിലും പറയാൻ പറ്റുക. കാരണം ഒരു 1000 രൂപയെങ്കിലും കുറഞ്ഞ് കിട്ടണമല്ലോ. ഇതിപ്പോൾ നോർമൽ റേറ്റ് എന്താണോ ആ റേറ്റ് തന്നെ ആയിരിക്കും കാണുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനൊരു എന്താ പറയുക എക്സ്ട്രാ ഒരു ഓഫർ കാണുമെന്നുള്ളതാണ്. ഇനി നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ ഈ ഒരു ഓഫർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ രീതിക്ക് നമുക്ക് ഓഫർ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ അത്രയും നാൾ വെയിറ്റ്, ഇപ്പോൾ ഓഗസ്റ്റ് 8 വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു ഉപയോഗവും ഇല്ലാണ്ടായി പോവുകയും ചെയ്യും കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം, ചിലപ്പോൾ ഒരു 1000 രൂപയെങ്കിലും ഒക്കെ കുറഞ്ഞിട്ട് നമുക്ക് വിത്തൗട്ട് കാർഡ് ഓഫറിൽ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഓഗസ്റ്റ് 7 രാത്രി 12 മണിയാകുമ്പോഴത്തേക്ക് നമുക്കിത് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. കൂടാതെ ഈ ഒരു ഫ്രീഡം സെയിലിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് നോർമൽ റേറ്റ് ഇത്രയാണ്, ഇനി അതല്ല ആ ഒരു ഓഫർ സമയങ്ങളിൽ നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടിയാലായിരിക്കും വർത്ത് ബൈങ് ആകുക, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് എത്ര രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചാലായിരിക്കും നമുക്ക് ലാഭകരമായിട്ട് മേടിക്കാൻ പറ്റുക എന്നുള്ള കാറ്റഗറി നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതും വീഡിയോയുടെ കമൻ്റ് ആയിട്ടുള്ളൂ. വരും ദിവസങ്ങളിൽ ഞാനും ഓരോരോ കാറ്റഗറിയായിട്ട് അങ്ങോട്ട് ചെയ്യാം. ആദ്യം ഇയർബഡ് ചെയ്യാം, പിന്നെ സ്മാർട്ട് വാച്ച്, ഹെഡ്ഫോൺസ്, ഇനി അതല്ല മൊബൈൽ ഫോണുകൾ, ഏതായിക്കോട്ടെ നിങ്ങൾ ഉറപ്പായിട്ടും അതും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഫ്രീഡം സെയിലിൻ്റെ ഇതുവരെയുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ട് അറിയുക, അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.